ഡോക്ടർ എം വി നടേശനിലേക്കാണ്. ഡോക്ടർ എം വി നടേശൻ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് മലപ്പുറത്തെ മാത്രം ഒന്നായി എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് അവിടെ SNDP യൂണിയൻ താലൂക്ക് സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അവിടെ പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ചില മാനങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികമായി ഈഴവർ അവിടെ വളരെ പിന്നോക്കാവസ്ഥ നേരിടുകയാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. തൊഴിലുറപ്പ് മാത്രമാണ് അവിടെ ഈഴവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു പ്രത്യേക സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി സ്വന്തം അഭിപ്രായം പറയാനോ ഒന്ന് സ്വതന്ത്രമായി ശുദ്ധമായി ശ്വസിക്കാനോ ഉള്ള സാഹചര്യം മലപ്പുറത്ത് മറ്റ് വിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ ചില സൂചനകളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് നിരീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ. അങ്ങയുടെ അഭിപ്രായം? നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് ചുങ്കത്തറയിലെ SNDPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമുദായ നേതാക്കൾ അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങളുടെ മുമ്പിൽ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും അതിനെ രണ്ടു തരത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ അഭിപ്രായം അദ്ദേഹം സ്വതന്ത്ര ഭാരതത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം ഇല്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മലപ്പുറത്ത് ഈഴവരുണ്ട്. ഞാൻ ഈഴവ സമുദായത്തിന്റെ വക്താവല്ല, പക്ഷെ ഒരു വസ്തുസ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ ജനസംഖ്യയും അവിടുത്തെ ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് ജില്ലകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു പരാതിയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വെറും വോട്ടുകുത്തികളായിട്ട് മാത്രം മാറുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് അവരുടെ ജനങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മുഖത്തിലൂടെ പറഞ്ഞതാണ്. ഇവിടെ നാം മറച്ചു വെക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, തീർച്ചയായിട്ടും മലപ്പുറത്തെ എല്ലാ ജനങ്ങളും ഇങ്ങനെ ധ്രുവീകരിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല ധാരാളം മനുഷ്യരുണ്ട്, സൗഹൃദത്തിനും സ്നേഹത്തിനും ഒരിക്കലും അങ്ങനെ കരുതാനും കഴിയില്ല. ഇല്ല, ഒരിക്കലും. പക്ഷെ ഒരു കാര്യം മറക്കാൻ പാടില്ലായിരുന്നു. അതായത് 1921 നടന്ന മലബാർ കലാപത്തെ കുറിച്ച് നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് മറച്ചു വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ന് വെള്ളാപ്പള്ളി ഇരിക്കുന്ന അതേ കസേരയിൽ ഇരുന്നതാണ് കുമാരനാശാൻ. കുമാരനാശാൻ അതിന്റെ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ആണ് യഥാർത്ഥത്തിൽ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, 1924 സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ വിളിച്ചുകൂട്ടാനുള്ള സാഹചര്യം അത് ഇവിടെ മതേതരത്വം വഴിഞ്ഞൊഴുകിയത് കൊണ്ടല്ല, മറിച്ചത് തകർന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക രാജ്യം ആണോ എന്നാണ് ചോദ്യം. ഇത് പ്രത്യേക രാജ്യം ആക്കരുത് എന്ന് പറഞ്ഞ ആള് സാക്ഷാൽ കേളപ്പജിയാണ്. മതത്തിന്റെ പേരിൽ ഒരു ജില്ലയോ ഒരു സംസ്ഥാനമോ ഒരു താലൂക്കോ പതിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ് തവനൂരിലെ ദിവസങ്ങളോളം അദ്ദേഹം നിരാഹാരം ചെയ്തതാണ്. അതായത് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ഇത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദീർഘദർശി നടത്തിയത് നാം മറന്നുപോകാൻ പാടില്ല. ഇനി പ്രത്യേക രാജ്യം വേണമെന്നാവശ്യപ്പെടുന്നതാരാ? ഇപ്പോഴും മുസ്ലിം ലീഗും അവരുടേതായ അതുപോലുള്ള സംഘടനകൾ പറയുന്നത് എന്താണ്? മലബാർ പ്രത്യേക രാജ്യമാവണമെന്നാണ്. അതിന് കേന്ദ്രമാവേണ്ടത് മലപ്പുറം ആണെന്നാണ്. ഇത് എല്ലാ ജനങ്ങളുടെ അഭിപ്രായമല്ല, ചില നേതാക്കന്മാരുടെ അഭിപ്രായമാണ്. അപ്പോൾ പ്രത്യേക രാജ്യം വേണം എന്ന വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത് ആരാണെന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ അവിടെ യഥാർത്ഥത്തിൽ ഈഴവരുടെ മാത്രം ഒരു പ്രശ്നമൊന്നും അല്ലത്. അവിടെ മൊത്തം മറ്റു മതസ്ഥരോടുള്ള വിദ്വേഷമുണ്ട് എന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈഴവ വിഭാഗത്തിന്റെ കാര്യം പറഞ്ഞു എന്നതേ ഉള്ളൂ. പക്ഷേ അതിനെ പൊതുവായി ഒന്ന് കണ്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ആ വിഷയം. അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ തരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത്
KP കേശവമേനോനാണ്. KP കേശവമേനോൻ ദി ഹിന്ദുവില് ഈ അഭിപ്രായത്തില് മാപ്പിള ലഹളയെ കുറിച്ചുള്ള അഭിപ്രായം എഴുതി. അവിടെ പുലയരടക്കമുള്ളതായ ഹിന്ദുക്കളെ ഉപദ്രവിച്ചു എന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം C രാജഗോപാലാചാരി കോഴിക്കോട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഗോപാലാചാരിയും KP കേശവമേനോനെയും കൂവി അദ്ദേഹത്തെ ആക്ഷേപിച്ചു, വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ഇതെല്ലാം ഇത് നമ്മൾ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. വളരെ നിഷ്കളങ്കരമായിട്ട് ചെയ്തതൊന്നും അല്ല ഇത് വളരെ കൃത്യമായ അജണ്ടയുടെ പുറത്താണ്. പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പരിശോധന. ആ വസ്തുത പരിശോധിക്കുകയാണ് എങ്കിൽ എഴുത്തച്ഛൻ എന്ന ഭാഷാപിതാവിന് അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എന്തുകൊണ്ട്? അത് ഈ പറഞ്ഞ സ്വാതന്ത്ര്യമില്ലായ്മയുടെ തന്നെയാണ്. മലയാള ഭാഷയ്ക്ക് എന്താ പറയാ പിതൃസ്ഥാനം വഹിക്കുന്ന എഴുത്തച്ഛന് ഒരു പ്രതിമ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ തെളിവ് വേണം. അപ്പോ യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാ ഇത്തരത്തിലുള്ള നന്മകളെ നമ്മൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. അത് അവിടെ നടക്കുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. പിന്നെ ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നടന്നതായ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മലപ്പുറത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല, അത് മൊത്തം ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ആ സംഭവത്തെ വളരെ ലഘൂകരിച്ചും ഇത് എന്താണ് മത വിവേചനം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും അവര് ജനങ്ങളുടെ കാര്യങ്ങൾ, അതാണ് വസ്തുത എന്ന് പറഞ്ഞ ഇത്തരത്തിൽ വളരെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കെ വളരെ എന്താ പറയാ വെള്ളാപ്പള്ളി നടേശൻ വെറുതെ പറഞ്ഞതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം വെള്ള പൂശിയതാരാണ്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ്, ഇവിടുത്തെ മാധ്യമക്കാരാണ്, ഇവിടുത്തെ പല ബുദ്ധിജീവികളാണ്. പക്ഷേ ഇന്ന് 10,000-കണക്കിന് ആളുകൾ അതിൽ ദുരിതം അനുഭവിച്ച ആളുകളുണ്ട്. ഇന്നലെയും എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു കേസ് വന്നതാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? ആരോട് പറയുമെന്ന് ഭയന്ന് വിറക്കുകയാണ്. ഉണ്ട്, ഇതൊക്കെ പരമാർത്ഥമാണ്. പിന്നെ ഇതില്ല എന്ന് പറയാൻ ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളും ഈ പറഞ്ഞ ആളുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ തരത്തിൽ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വിവേചനം ഉണ്ടാവാൻ പാടില്ല. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് മുസ്ലിങ്ങൾക്കുമുണ്ട്, ക്രിസ്ത്യാനികൾക്കുമുണ്ട്, ഹിന്ദുക്കൾക്കുമുണ്ട്. ഇതിനാണ് സമവായം വേണ്ടത്. പക്ഷെ ആ സമവായം ഈ പറയുന്നവരാരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ദേശീയമായ എന്തു പ്രശ്നത്തോടും ആ തരത്തിൽ പ്രതികരിക്കുന്നു. അപ്പോൾ പ്രത്യേക രാജ്യം വേണമെന്ന് പറയുന്നു, രാജ്യത്തിന്റെ നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഇതെല്ലാം അവര് തന്നെ സ്വയം കാണിക്കുകയാണ്. മലപ്പുറംകാരും മുഴുവനല്ല ഈ പറയുന്നത്. ഞങ്ങൾ മലപ്പുറത്തിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സംഘടനയുടെ വക്താക്കളാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതാവണം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ ചർച്ചയാണ് വേണ്ടത്.